നമ്മുടെ വീട്ടിലെ ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു കമ്പോസ്റ്റ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ കമ്പോസ്റ്റ് കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഉള്ള മണ്ണിൻ്റെ ഫലഭൂഷ്ടി വർദ്ധിപ്പിക്കുകയാണ് നമ്മൾ കമ്പോസ്റ്റ് വഴി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലെ അടുക്കളയിലെ വേസ്റ്റുകൾ ജൈവ മാലിന്യങ്ങൾ എടുക്കാം. അതേപോലെ തന്നെ ചെറിയ പേപ്പർ കഷ്ണങ്ങൾ, പിന്നെ ചെറിയ ചെറിയ പുല്ലുകൾ, കരിയില, അപ്പോൾ ഇവയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കമ്പോസ്റ്റ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു ചെടിച്ചട്ടിയാണ്. അപ്പോൾ ചെടിച്ചട്ടി തന്നെ എടുക്കണമെന്നില്ല. അപ്പോൾ താഴ്ഭാഗത്ത് ഹോളൊക്കെ ഉള്ളൊരു പഴയ ബക്കറ്റോ ടിന്നോ അതൊക്കെ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് ആദ്യം കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഉണങ്ങിയ മണ്ണ് തന്നെ ഇട്ട് കൊടുക്കണം, നനഞ്ഞ മണ്ണ് ഇട്ട് കൊടുക്കരുത്. ഇനി മണ്ണൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് പച്ചക്കറി വേസ്റ്റുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ പഴത്തൊലി അങ്ങനത്തെയൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി തൊലി അങ്ങനത്തെ എടുക്കാം. പിന്നെ മുട്ടത്തോടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ മുട്ടത്തോടൊക്കെ ചേർക്കുന്നത് നമ്മുടെ പ്ലാന്റിന് നല്ല കാൽഷ്യം കിട്ടാൻ വളരെ നല്ലതാണ്. പിന്നെ ചായച്ചണ്ടി അങ്ങനത്തെയൊക്കെ എടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പുല്ലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ കാണുന്ന ചെറിയ പുല്ലുകളൊക്കെ പറിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് കരിയില ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ കരിയില ഇട്ടതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ മണ്ണ് ഇട്ട് കൊടുക്കാം. ഇനി ഈ മണ്ണൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മഴയൊന്നും തട്ടാത്ത വിധത്തിൽ നമുക്കൊരു തണലിലായിട്ട് ഇത് വെച്ച് കൊടുക്കാം. ഇനി ഇത് നനയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കമ്പോസ്റ്റ് ആവാൻ വെച്ചിട്ട് ഇപ്പോൾ 45 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ കരിയില നമ്മൾ താഴ്ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ കരിയിലയാണ്. ഇപ്പോൾ ഇതൊരു 3 മാസം വരെ നമ്മൾ വെക്കുകയാണെങ്കിൽ ഇതേപോലെ കരിയിലയൊന്നും കാണത്തില്ല, ഫുള്ളായിട്ട് നമുക്ക് കമ്പോസ്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾ വേസ്റ്റ്, പുല്ല്, അതിൻ്റെ ഭാഗങ്ങളൊന്നും കാണുന്നില്ല. അതൊക്കെ നമ്മുടെ മണ്ണുമായിട്ട് നന്നായിട്ട് ലയിച്ച് ചേർന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചെറിയ വേരിൻ്റെ ഭാഗങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ തോടിൻ്റെ ചെറിയ ഭാഗങ്ങൾ മാത്രം കാണുന്നുണ്ട്. പിന്നെ ഇതിനൊരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ മണ്ണ് ഒരിക്കലും ഒട്ടിയ രൂപത്തിലാവില്ല. ഇപ്പോൾ നമ്മൾ എത്രയും വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, പക്ഷേ നമ്മുടെ കമ്പോസ്റ്റ് ആയതിനു ശേഷം നമ്മൾ ഇതിലത്തെ മണ്ണ് ഒരിക്കലും ഒട്ടിയ രൂപത്തിലാവില്ല. അപ്പോൾ ഇനി നമുക്കിത് ഗ്രോ ബാഗിൽ നിറക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ചെടികൾക്ക് വളമായിട്ടൊക്കെ ഇനി ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.